ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിലെല്ലാത്തിലും എന്തുണ്ട്? In all these areas, in all these fields, both things are mixed up. Both things are there. And end result is art. എന്താണുള്ളത്? One thing, first thing is human skill. Creativity ഉണ്ട്. ചിന്തിച്ച് അതിലെന്തോ ഒരു സംഭവം നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കുന്ന ഒരു മരുന്ന് അതിനകത്ത് ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്തുണ്ട്? തോട്ട്, ചിന്ത ഉണ്ട്. തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ ക്രിയേറ്റിവിറ്റിയുടെ ഒപ്പം തന്നെ തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ശകലം ഇമോഷൻസ് കൂടെ അതിൽ കൊടുത്താൽ മാത്രമേ അത് ആർട്ടാവുള്ളൂ. കുറച്ച് ഇമോഷൻസ്, കുറച്ച് ഇമോഷണൽ ടച്ച് അതിന് കൊടുക്കുമ്പോഴാണ് അത് ആർട്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും എൻജോയ് ചെയ്യാറ് അല്ലെ. സിനിമ, ക്രിയേറ്റിവിറ്റി ഉണ്ട്, തോട്ട് ഉണ്ട്, കുറച്ച് ഇമോഷൻസ് മിക്സ് ചെയ്യും. പാട്ട്, സോങ്, ഈ പറയണതൊക്കെ ഉണ്ട് അല്ലേ. am I correct? സോ നമ്മളിപ്പോ വിഷയം ആർട്ടിലേക്ക് എങ്ങനെ പോയി, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആർട്ട് ഓഫ് റൈറ്റിംഗ്. സോ നമ്മളുടെ വിഷയത്തിൽ എന്താണ് വേണ്ടത് അതൊന്ന് പറഞ്ഞേ. വാട്ട് ഈസ് നീഡഡ് ഇൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്? ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ചിന്ത വേണം, നല്ല തോട്ട് വേണം, നല്ല മൈൻഡിൽ നല്ല ചിന്തകൾ വേണം, നല്ല വിഷയങ്ങൾ നമ്മുടെ തലച്ചോറിനകത്ത് നല്ല കാര്യങ്ങൾ ഉണ്ടാവണം, നല്ല വിഷയങ്ങൾ ഉണ്ടാവണം. റൈറ്റ്? ദാറ്റ് ഈസ് നീഡഡ്. ഗുഡ് തോട്ട്സ് ആർ നീഡഡ്. ഐഡിയാസ് ആർ നീഡഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഐഡിയാസ്, തോട്ട്സ്, അത് വേണം. കറക്റ്റ്. ഐഡിയാസ് വേണം. പിന്നെ അതുപോലെ തന്നെ എന്ത് വേണം? ക്രിയേറ്റിവിറ്റി വേണം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടേതായിട്ടുള്ള ഒരു കഴിവാണ്. നമ്മളുടേതായിട്ടുള്ള ഒരു കഴിവ് അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എസ്ര ഡിയർ, വിൽ കം ടു ഇറ്റ്. ഓക്കെ, വിൽ കം ടു ഇറ്റ്. വൊക്കാബുലറി എന്ന് പറഞ്ഞു, അതിനകത്തേക്ക് നമ്മൾ വരും. ഓക്കെ, അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള ഒരു രസക്കൂട്ടാണ്. അവിടെ ആരോ എന്നോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു, എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞോളണം, എല്ലാവർക്കും എന്താ പറയാ, ചിലർക്ക് ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും അത് ആസ്വദിക്കാൻ കഴിയില്ല. ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടിങ് ഒരാളിതിൽ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആണ്. അത് ആസ്വദിക്കാനും അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾക്കേ കഴിയുള്ളൂ. ഓരോരുത്തർക്കും ഓരോരോ കഴിവാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതാണ്. നമ്മളുടെ കഴിവ് ഓരോരുത്തർക്കും, God has given blessings, God has blessed all of us. So it is with everyone, with you, with me, with everyone, it's there. അതങ്ങോട്ട് പുറത്തേക്ക് വരുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തോട്ട്, നല്ല ചിന്തകളും കൂടെ അടങ്ങിയിട്ട്. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമ്മൾ ആർട്ട് ആൻഡ് റൈറ്റിംഗിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിൽ എന്തുണ്ടാവും? ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, തോട്ട് ഉണ്ടാവും, പിന്നെ നമ്മളുടേതായിട്ടുള്ള ഫീലിങ്സും കൂടെ, നമ്മളുടേതായിട്ടുള്ള ഇമോഷൻസും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ആർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. ടോപ്പിക് ഇസ് ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്നുള്ളതാണ്. ആർട്ട് ഓഫ് റൈറ്റിംഗ്. അപ്പോ റൈറ്റിംഗിലും ഈ പറഞ്ഞ പോലെ തന്നെ റൈറ്റിംഗിനെ നമ്മൾ ആർട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇഫ് വി വാണ്ടഡ് ടു കോൾ റൈറ്റിംഗ് ആൻഡ് ആർട്ട്, these things are these three, all these things should come in it. If it has to be, if your writing has to become an art, നിങ്ങൾ എഴുതുന്ന ഒരു സ്റ്റഫ് അതൊരു ആർട്ടായിട്ട് എല്ലാവരും വായിക്കുകയും, okay, forget it, like take it like your teacher, you write in the exam, നിങ്ങൾ എക്സാമിൽ എഴുതി നിങ്ങൾ ടീച്ചർ വായിക്കണം എന്നുണ്ടെങ്കിലും there must be art in it. എന്താണ് ആർട്ട് എന്ന് പറയുന്നത്? തോട്ട്, ചിന്ത, നല്ല കോൺസെപ്റ്റുകൾ, നല്ല ഐഡിയാസ്. സെക്കൻഡ് തിങ്, ക്രിയേറ്റിവിറ്റി, നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ എഴുതാനുള്ള ഒരു കഴിവ്. തേർഡ് തിങ്, നമ്മളുടെ കുറച്ച് നല്ല നല്ല ഇമോഷൻസും കൂടി കൊടുത്തുകൊണ്ട് എഴുതുമ്പോൾ അത് ആർട്ടായി. അത് വായിക്കുന്നവർക്കും തന്നെ മനസ്സിൽ തട്ടും. ഓക്കെ, അത് റൈറ്റിംഗ് there, in such a way writing becomes an art. Okay, now I'll give you 2 minutes of time. Let's go for another activity. I'm going to give you ഒരു ചെറിയൊരു സംഗതി, I'm going to give you a small topic അല്ല, ഒരു topic presentation അല്ല, but it's not a topic presentation. പക്ഷെ ഒരു സ്മോൾ ഒരു ടോപ്പിക് തന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോട്ട് എനിക്ക് ഉണ്ടാക്കി തരണം.
quotes you like, you have read the quotes of Dr. APJ Abdul Kalam and all, right? Best brain of the nation is from the last bench of the classroom എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോട്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചുമ്മാ വായിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലെ, പല ഫേമസ് റൈറ്റേഴ്സിന്റെ ഒക്കെ കോട്ട്സ്. സോ ഐ വാണ്ട് യു ടു മേക്ക് എ കോട്ട്. ഒരു കോട്ട് നിങ്ങൾ ഉണ്ടാക്കി തരണം, എന്നിട്ട് ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്ത് തരണം. I'll give you 2 minutes of time. Actually, it's not enough. Okay. But I'll give you 2 minutes of time. Try to make a quote. ഞാൻ പറയുന്ന ടോപ്പിക് ആണ്. Okay. Let's take the topic music. Music. മ്യൂസിക്കിനെ കുറിച്ചിട്ട് ഒരു കോട്ട് നിങ്ങൾ. I'll give you 2 minutes of time. So now the time is 7:22. So I'll give you 2 minutes of time. പെട്ടെന്ന് ഒരു കോട്ട് ഉണ്ടാക്കി തരണം. ഒരു ചെറിയ കോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാം ഒക്കെ ഇങ്ങനെ ഒരു സെന്റൻസ് ഒക്കെ ഉണ്ടാക്കില്ല, നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ചില കോട്ടിങ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഐ വാണ്ട് യു ടു മേക്ക് എ കോട്ട്. ഐ ഗിവ് യു 2 minutes of time. Your time starts now. Yeah, somebody has typed. You can type it, guys. I'll read it. Okay, you have to type it. Either you can type it or you can, Music is a creativity that all persons like it. Music is life. Simple and sweet. Music is life. Okay, good quoting. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? മ്യൂസിക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഗുഡ്. അതായത് കോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ദാറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ തിങ്. നമ്മൾ സ്വന്തമായിട്ട് ഒരു കോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ, റൈറ്റ്? ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ്? ഹാവ് യു എവർ പ്രിപ്പയർഡ് കോട്ട്സ് ഓഫ് യുവർ ഓൺ, എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു കോട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കോൺസെപ്റ്റ് വെച്ചിട്ട്. മ്യൂസിക് ഇസ് എ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ. ഓക്കെ, ഗുഡ്. Sorry. Yes, I have made one. Okay, good, Azra. Good. Sir? Music can change your life. Good. Yes. Music yes. is a creativity. Yes, please. A world without walls. Music is an. Could you please repeat it? Music is a creativity. World without wall is music. Good. Sir? Good. Sir? Music is the way of love. Music is a creativity. Music for healing. Sir? Yes. Music is a creativity. Music is everything in the world. Okay. Music can change your life. Okay. Music is everything. Okay. Music can read everyone's mind. Good. Emotion. It can change emotions. It can change emotions. Music is a unique skill. Music is a never-ending ocean. Emotion. Okay. Simple way. Music is a heartbeat. Good. Music can change one's The thoughts. simple way to present your emotions Music is a music. painkiller. Oh, very good. Anjana, who is that? I don't know actually. Maybe your parents' name, but music is everything. Music is everything. Okay. So fine. Music is the shorthand of emotion. It can show your emotions. Okay. Yes, dear. Yes, please shoot. Music like everyone, all of the people in the world. Sir, the simple way to express Yes, please. express your emotions is music. Okay. Music is motivation. And I heard your quote, B. Joseph. Maybe I'll be just, in your profile, what name is there? I'll be calling your name. I don't know whether it's your name or your parents' name. Don't feel bad. Okay. So you can tell me your name when I Sir? talk to you. Okay. I'm Anyhow, called good. Sibi Yes. in the profile of Sibi Joseph. The simple way to express your emotions is music. The simple way to express your emotions is music. Good. Okay, fine. Okay, good.
മ്യൂസിക് ഒരുപാട് നിങ്ങൾ മ്യൂസിക് ഇസ് ലൈഫ് ബ്രെത്ത്, മ്യൂസിക് ഇസ് ദ ഡിവൈൻ വേ ടു ടെൽ ബ്യൂട്ടിഫുൾ പോയറ്റിക് തിങ്സ് ഇൻ ദ ഹാർട്ട്. വണ്ടർഫുൾ അനൂപ്, ഐ ലൈക്ക് ഇറ്റ്, ഗുഡ് തോട്ട്, ഗുഡ് കോൺസെപ്റ്റ്. നിങ്ങൾ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാനത് വായിക്കാൻ എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ഇങ്ങനെ വരികയല്ലേ. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ കുറച്ചു നേരം ചിന്തിച്ചു അല്ലെ, ചിന്തിച്ചു എന്തുകൊണ്ട് മ്യൂസിക്കിനെ കുറിച്ചിട്ട് ഒരു തോട്ട് ഉണ്ടാക്കിക്കൂടാ എന്ന് എല്ലാവരും ചിന്തിച്ചു. ഒരുപാട് കോട്സ് നിങ്ങൾ എങ്ങനെ എഴുതുക, ഈ സ്റ്റിൽ കമ്മിങ് മ്യൂസിക് ഇസ് എ മാജിക് കീ എന്നൊക്കെ പറഞ്ഞ് ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. സോ വെൻ യു പ്ലാൻ ടു റൈറ്റ് എ കോട്ട് അബൌട്ട് മ്യൂസിക്, അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണ ഒരു കാര്യം. നമ്മൾ ഒന്ന് ചിന്തിച്ചു അല്ലെ, വി സ്റ്റാർട്ടഡ് തിങ്കിങ്, വി തോട്ട് ഫോർ സം ടൈം. അപ്പോ ഒരു ഐഡിയ സ്റ്റക്ക് ചെയ്യണം, ഇവിടെ വന്നിട്ട് കൊള്ളണം ഒരു ഐഡിയ. പിന്നെ അതേസമയം ഐഡിയ കിട്ടിയാൽ മാത്രം പോരാ, അത് ഇമോഷണൽ ആയിട്ട് കൊണ്ടുവരണം. പിന്നെ അതുപോലെ വേർഡ്സ്, നമ്മളൊരു വലിയൊരു സെന്റൻസ് എഴുതി വെച്ചിട്ട് അതൊരിക്കലും ബ്യൂട്ടിഫുൾ കോട്ട് ആയിക്കൊള്ളണം എന്നുണ്ടോ? ഇല്ല. എന്നാൽ ചുരുക്കി എഴുതിയിട്ട് കോട്ടാവോ? ഇല്ല. അതിൽ കുറച്ച് എസെൻസ് വേണം. അത് കൊടുക്കുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ കോട്ട്, റൈറ്റ്? ലിസൺ കെയർഫുള്ളി ടു മീ. റൈറ്റിംഗ് പറയുന്നത്, എഴുത്ത്, റൈറ്റിംഗ്, ഇറ്റ്സ് എ സ്കിൽ. അതൊരു കഴിവാണ്. മ്യൂസിക് ഇസ് ഓൾ പീപ്പിൾ ലൈക്ക്. മ്യൂസിക് ഇസ് ഓൾ പീപ്പിൾ ലൈക്ക്. എല്ലാവർക്കും ഇഷ്ടമാണ് മ്യൂസിക്. ഐ ഓൾസോ ലവ് മ്യൂസിക്, നോ ഡൗട്ട് ഇൻ ഇറ്റ്. ഓക്കെ, ഐ എം കമ്മിങ് ടു ദ ടോപ്പിക്. ഇപ്പൊ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ഒരു കോട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം, എന്നിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു കോട്ട് എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ അതിൽ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, മ്യൂസിക് pleases in all seasons of life, but you realize it only when you listen with a feeble heart. I repeat once again. Listen once again. Music pleases in all seasons of life, but you realize it only when you listen with a feeble heart. Music എല്ലാ കാലത്തും നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളുടെ മനസ്സിനെ എടുത്ത് കളിക്കും മ്യൂസിക്. ശരിയല്ലേ? നമ്മൾ സങ്കടം വന്നാലും പാട്ട് കേൾക്കും, സന്തോഷം വന്നാലും. അപ്പൊ അതാണ് ഞാൻ ഓൾ സീസൺസ് എന്ന് അവിടെ പറഞ്ഞത്. എല്ലാ കാലവും, ഓൾ സീസൺ, സമ്മർ സീസൺ, വിന്റർ സീസൺ, റെയിനി സീസൺ. സീസൺസിനെ നമുക്ക് സങ്കടം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, സന്തോഷം പറയാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എല്ലാ കാലത്തിലും, അപ്പൊ സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം മ്യൂസിക്കാണ്. കാരണം നമ്മൾ ഇടങ്ങാറായി കിടക്കുമ്പോൾ ഒരു പാട്ട് ഭയങ്കര വിരഹഗാനമാണെന്ന് കരുതിക്കൊള്ളും, നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും കരയും. ആ കരച്ചിലും ഒരു തരത്തിലുള്ള ആനന്ദമാണ്. വി ഡോണ്ട് നോ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. കാരണം നമുക്കതിങ്ങനെ ഫീൽ ചെയ്യാണ്, അതൊരു തരം എൻജോയ്മെന്റ് ആണ്. ഓക്കെ, സോ മ്യൂസിക് pleases in all seasons of life, but you realize it, നമ്മൾ തിരിച്ചറിയ, you realize it only when you listen. നമ്മൾ തിരിച്ചറിയ എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ കേൾക്കുന്നത് വിത്ത് എ ഫീബിൾ ഹാർട്ട്, വീക്ക് ആയിട്ടുള്ള ഹാർട്ട് കൊണ്ട് കേൾക്കുമ്പോഴാണ്. വീക്ക് ആയിട്ടുള്ള ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, നമ്മൾ ലൈഫിൽ നമ്മളൊരു ഒരു വലിയൊരു കാര്യം നിങ്ങളോട് പറയണം കേട്ടോ. നമ്മൾ വീക്ക് ആവുക എപ്പോഴാണെന്ന് അറിയോ? നമ്മള് അതായത് വല്ലാണ്ട് സങ്കടത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വീക്കാണ്. അതേസമയം ഭയങ്കര എക്സ്ട്രീം ഹാപ്പി, നമുക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര സന്തോഷത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ വീക്കാണ്. അപ്പൊ ഈ രണ്ട് സമയത്തും നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ വീക്കാണ്. Am I correct? So feeble heart, meaning of feeble is weak. Look at that word. I use feeble, I use season. അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ വേർഡ്സ് ഒക്കെ ചേർത്തിട്ട് അതിനിങ്ങനെ ഇങ്ങോട്ട് ഒരു പ്രത്യേക രൂപത്തിൽ അങ്ങോട്ട് ഇതാക്കിയിട്ട് അങ്ങോട്ട് തരുമ്പോൾ അത് വായിക്കുമ്പോൾ ഒരു മിനിറ്റ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ ചിന്തിപ്പിക്കുന്നതാണ് ശരിക്കും ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആർട്ട് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ആർ യു ഏബിൾ ടു ഫോളോ മീ ഡിയേഴ്സ്? Can you follow me? Can you understand what I'm saying? ഇനി നിങ്ങൾ എഴുതുമ്പോ എപ്പോഴും നല്ല മനസ്സോടുകൂടി, നല്ല ചിന്തയോടുകൂടി എഴുതുക. എന്നിട്ട് അത് ആരെക്കൊണ്ടെങ്കിലും അതിന്റെ ഉള്ളിലുള്ള tell them to read in between the lines എന്ന് പറയും. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്നൊരു വാക്കും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കുക. അതാണ് ആർട്ട് ഓഫ് റൈറ്റിംഗിന്റെ പ്രത്യേകത.
ഇപ്പൊ നമുക്ക് പലർക്കും റൈറ്റിംഗ് ഒക്കെ ഭയങ്കര വെറുപ്പാണ്. അതുപോലെ എസ്സേ, സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയംസ് എന്നൊക്കെ പറയുമ്പോൾ മെനി പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഇറ്റ് ബിക്കോസ് ദേ ഡോണ്ട് ഫൈൻഡ് ദ ട്രഷർ ഇൻ ഇറ്റ്. അതിനകത്തുള്ള ട്രഷർ കാണാത്തതുകൊണ്ടാണ്. വരികൾക്കിടയിലൂടെ വായിച്ചാലേ നമുക്ക് ട്രഷർ കിട്ടുള്ളൂ. അതാണ് സത്യം. We have to read in between the lines to find out the treasure. നമ്മൾ എപ്പോഴും we are floating on the surface. There is a beautiful world inside. We don't go inside and see the world. That is why we don't know what is actually art. What is art of writing? What is art of reading? ഇതൊന്നും നമുക്ക് അറിയില്ല. So we should have the sense of art of reading. We should have the sense of art of writing. ഈ എല്ലാതും നമുക്ക് അതിനുള്ള ഒരു ഇത് വേണം. ഓക്കെ, സോ അതൊക്കെ പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ കാര്യമായിട്ട് വന്നത്. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ആർട്ട് ഓഫ് റൈറ്റിംഗ്. അതില് റൈറ്റിംഗ് എന്ന് പറയുന്നത് there are 2 types of writing. 2 തരത്തിലുള്ള റൈറ്റിംഗ്. ഒന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് നമ്മൾ പറയും. ക്രിയേറ്റീവ് റൈറ്റിംഗ്. ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we have to sit, we have to think over it again and again, and we have to include our thoughts, our ideas, some good essence we have to put in it. Just like when you make biryani, you wanted chicken ingredients, not only chicken, the main item is chicken, and also other flavors are needed, ingredients are needed, and when you prepare it, with all the ingredients needed to prepare chicken biryani, then only it will become chicken biryani. ഇതുപോലെ തന്നെയാണ് എന്തൊരു സംഭവവും. അതുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. കാരണം എന്താണ്, അതിൽ നമ്മളുടെ ചിന്ത, നമ്മളെല്ലാതും അതിന് അതായത് നമ്മൾ ചിന്തിച്ചിട്ട് കുറച്ചൊരു ചില അമ്മമാരൊക്കെ ഒരു പൊടിക്കൈ നമുക്കറിയില്ല, നമുക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും. കാരണം they put some contents in it, they don't disclose it to anyone. ചിലർ അങ്ങനെയാണ്, ചില അമ്മമാർ അങ്ങനെയാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. അതാണ് അവരുടെ ആർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നതും. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. നമ്മളുടേതായിട്ടുള്ള എന്തോ ഒരു സംഭവം അതിൽ ഇടുന്നു. ഓക്കെ, അതൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്നാണോ നിങ്ങളുടെ വിചാരം? Is it easy? What is needed for that? നല്ല വായന വേണം. You have to read. You should have good vocabulary. നമ്മൾ ആ പറഞ്ഞ വിഷയമൊക്കെ അതിൽ വേണം. You need reading habits, you need vocabulary, and when you read books, you learn many things. ഒരു ബുക്ക് വായിക്കുമ്പോൾ ബുക്സ് റൈറ്റിംഗ് സ്കില്ലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് റീഡിങ് പറയാണ്ട് റൈറ്റിംഗിലേക്ക് വരാൻ പറ്റില്ല. റീഡിങ് ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു റൈറ്റിംഗ്. യു ഷുഡ് ഹാവ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ്. വായിച്ച് നല്ല നല്ല വാക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വായിക്കുമ്പോൾ പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിക്കും. നമ്മൾ അതിന്റെ മീനിങ് പഠിക്കും, അതിനെ യൂസ് ചെയ്യുമെന്ന് പഠിക്കും. One thing. Second thing, we learn sentence structure. We learn sentence formation. How to form sentence, we study there when you read books, when you read stories. And not only that, very, very important thing is when you read a book, you get a beautiful lesson, message, a moral from the story. When you read a story, you get a message. When you read a poem, you get a message. That message or that moral or that thought or that idea, that is the treasure. That is what gives you good ideas. If you all thought about music, നിങ്ങൾക്ക് കുറേ ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഒന്നുകൂടി നല്ല രസമായിട്ട് എഴുതാമായിരുന്നു. ഒന്നും കൂടെ I would have written in a better way. I would have added some other words. I would have added some more little bit of ideas. എന്നൊക്കെ തോന്നിയില്ലേ? Yes, sir. അത് തോന്നി എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾക്ക് വായന, അതുപോലെ എഴുത്തിലേക്ക് വരണമെങ്കിൽ ആ വായന എന്നുള്ള ഒരു ഹാബിറ്റ് നിങ്ങളിൽ ഉണ്ടാവണം. അതിന് ഡെവലപ്പ് ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ. യു ഹാവ് ടു റീഡ്. യു ഹാവ് ടു റീഡ് ബുക്സ്, സ്റ്റോറി ബുക്സ്, good novels, articles, newspaper. You have to read. എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ, ഐഡിയാസ് കിട്ടുള്ളൂ. ഓക്കെ, അത് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനാണെങ്കിലും അതെ,
There are two types of writing. One is creative writing. The other one is scientific writing. അപ്പൊ ഈ ക്രിയേറ്റീവ് റൈറ്റിംഗിന് വേണ്ടത്, ക്രിയേറ്റീവ് റൈറ്റിംഗിൽ പെട്ടതാണ് ഈ പോയം എഴുതുന്നത്, അതുപോലെ സ്റ്റോറി എഴുതുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ പെട്ടതാണ്. മറ്റത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ റൈറ്റിങ്ങിന് ഇപ്പോൾ ഒരു ലെറ്റർ എഴുതാൻ വരികയാണ്, പാരഗ്രാഫ് എഴുതാൻ നിങ്ങൾക്ക് തരികയാണ്, ഓർ യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് an essay. It comes under this scientific writing. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചത് ഒരു ഓർഡറിൽ, പെർട്ടിക്കുലർ ബോക്സിൽ, പെർട്ടിക്കുലർ രീതിയിൽ യു റൈറ്റ്. ദാറ്റ് ഇസ് സയന്റിഫിക് വേ ഓഫ് റൈറ്റിംഗ്. ദാറ്റ് ഇസ് സയന്റിഫിക് റൈറ്റിംഗ്. ഓക്കെ. പക്ഷെ ഇത് എല്ലാത്തിനും എന്ത് വേണം? A skill is needed. That is called writing skill. ഓക്കെ. ഇപ്പോ ഒരു മെക്കാനിക്ക് ഇവിടെ ചോദിക്കാണ്, ഒരു മെക്കാനിക്ക് വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്ക് ഒരു കാറ് റിപ്പയർ ആയ കാറിനെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ മെക്കാനിക്കിന് കയ്യിൽ ഉണ്ടാവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിന് നമ്മൾ എന്താ പറയുക? Tools. Screwdriver. You said it. Very good. Very good. സ്ക്രൂ ഡ്രൈവർ, സ്പാനർ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് ടൂൾസ് എന്ന് നമ്മൾ പറയും, റൈറ്റ്? A mechanic in a workshop needed tools to repair a car, right? Just like that, you need some tools in your hand to write essays, to write paragraphs, to write stories, whatever it is. What are those tools? Number one, ഇവിടെ മുന്നേ പറഞ്ഞു, pen, vocabulary. നമ്മൾ ടൂൾ എന്ന് വെച്ചാൽ പെന്നല്ല, അയ്യോ അതൊക്കെ വെറും ജസ്റ്റ് an object. അതൊന്നല്ല, ഇത് റിയൽ ടൂൾ ആണ്. This is actually a very very real and very strong tool. Thoughts. Vocabulary. Yes, I'm coming to it. Vocabulary, grammar, thoughts, ideas. Vocabulary, grammar, ideas, right? Thought. You said thought. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇത് നമുക്ക് കിട്ടാൻ എന്താ വഴി? What is, how can we get all these? Keep reading. Get all these things. Reading. Keep studying. Keep reading. Reading. Writing. Reading. Writing, reading. Yes. Hearing some speeches. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിന് വേണ്ടത്. Yes. See, you have to read books. You have to read books. You have to read books again. You have to read books again and again. You have to read books again and again and again. You have to read books. If you read books, you will improve your vocabulary. Your word power will increase. If you read books, your grammar, because you're trying to read a sentence, you're trying to understand the meaning. And there you're learning a sentence. You're learning a sentence structure. You're learning a sentence pattern. So there you are slowly improving your grammar also. But you need a grammar class. That is must. And grammar we have to work out. That is also needed. And then when you understand the story, you get taught ideas. So ഇതൊക്കെ പാടെ കൂടുമ്പോഴാണ് നമുക്ക് എപ്പോഴും നമ്മുടെ writing will become an A-class writing. If you wanted your writing to be an A-class writing, all these ingredients are needed. Just like I said, main item, that is chicken biryani. Main item for writing is thought, good thought. Where do you get good thought? The habit of reading, the habit of understanding the ideas, the habit of understanding the concept, the habit of understanding the message of a story. ഒരു കഥയുടെ മെസ്സേജ് മനസ്സിലാക്കുക. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, അല്ലെ? അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ വായിക്കണേ, അല്ലാണ്ട് എവിടെ നിന്ന് കിട്ടാനാണ്? ഇഫ് യു go and sit in a bus stop, will you get it? If you look at things, will you get it? If you talk to your friends, will you get it? If you play, will you get it? Certain things you will get only when you do certain things.
That means if you want to get good thoughts, if you want to get good vocabulary, if you want to improve your grammar, you must have the habit of reading books. വായിക്കണ ശീലം അത് മസ്റ്റ്. നല്ല പുസ്തകങ്ങളെ വായിക്കണം, എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വൊക്കാബുലറി ഉണ്ടാവും, നല്ല വേർഡ്സ് ഉണ്ടാവും, നല്ല സെന്റൻസസ് വരും, നന്നായിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി മെയിൻ വിഷയത്തേക്ക് കടക്കുകയാണ്. സ്ട്രക്ചർ ഫോർ റൈറ്റിംഗ്. നമുക്ക് we learn many things. When we get into certain things, we should follow certain rules. ചില കാര്യത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ ഇടണം അല്ലെ? അല്ല തോന്നിയ പോലെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? നിങ്ങളോട് പറയും വിട്ടോ, വീട്ടിലേക്ക് വിട്ടോ പറയും. your headmistress or your teacher will ask you to go back to your home, right? They will not allow you to come to school if you are not in proper uniform. Just like that, certain rules are there for writing also. If you want to get full marks, you have to follow the rule. You have to follow the structure of writing. If you want to write an essay, it has a structure. If you want to write a paragraph, it has a structure. If you want to write a letter, it has a structure. Let's discuss. Can you tell me what is the structure for writing a paragraph? ഒരു പാരഗ്രാഫ് എഴുതാം. നിങ്ങളോട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറയുകയാണ്. ഒരു വിഷയം തന്നിട്ട്, ഒരു ജനറൽ ടോപ്പിക് തന്നിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറയുക. ഫോർ എക്സാമ്പിൾ, യൂസസ് ഓഫ് മൊബൈൽ ഫോൺ എന്നിട്ട് പറയാണ്, യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ പാരഗ്രാഫ്. ഹൗ വിൽ യു റൈറ്റ് എ പാരഗ്രാഫ്? അത് വെച്ചിട്ട് കാച്ചിയായിരിക്കും. ഹൗ ഡു റൈറ്റ് ഇറ്റ്? just like that, whatever comes in your mind, you just write it. Or how do you write a paragraph? Come on, talk to me. How do you write? Method is very useful. Use meaningful. Yes, please. One at a time. After that, the second one can speak. Advantages and disadvantages. ഓക്കെ, നമ്മളിങ്ങനെ ഓർത്ത് വെക്കണം അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. വെരി ഗുഡ്. പിന്നെ ആദ്യം നല്ല അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിച്ച് നന്നായിട്ട് തുടങ്ങണം. പിന്നെ എഴുതേണ്ടത്, പിന്നെ ആ നല്ല അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് എന്താ, ഡിസഡ്വാൻറ്റേജസ് എന്താ എന്നൊക്കെ എഴുതണം. പിന്നെ അതിന്റെ ഗുണം, പിന്നെ ആരെങ്കിലും പറഞ്ഞ മോട്ടോ എല്ലാം ഉണ്ടെങ്കിൽ ആ മോട്ടോയും ക്വയറ്റ്സും ഉണ്ടെങ്കിൽ ആ ക്വയറ്റ്സും പറഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ നല്ല സ്പെല്ലിംഗ് തെറ്റ് കൂടാതെ നന്നായിട്ട് എഴുതണം. വെരി ഗുഡ്. കുറെ പോയിന്റ്സ് അവിടെ many points. Very good. Fine. Anybody else? Paragraph writing. How do you write a paragraph? A body Anybody else? and a conclusion. Fantastic. That's it. Introduction, body, conclusion. എന്തിനും അതാണ്. നിങ്ങളോട് ഒറ്റ വാക്കില് ഇത് നമുക്ക് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഐ എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. പക്ഷെ ചുരുക്കി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തൊരു കാര്യമാണെങ്കിലും യു സെഡ് ഇറ്റ് വെരി ഗുഡ്. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ. എന്തൊരു കാര്യം, whatever writing you go for, if you're going for an essay writing, if you go for a paragraph writing, if you go for a letter writing, whatever topic you are writing, it needs this thing: intro, body, conclusion. Introduction, body, conclusion. A proper introduction, a body, and a conclusion. It's needed. Just keep it in mind. But some more things I wanted to share with you. I'll come to it. Okay. Anybody else? Introduction, body, and conclusion must be interconnected. Fantastic. You said it. It must be interconnected. It should have connection. അല്ലാണ്ട് നമ്മൾ ചക്കയെ കുറിച്ച് പറഞ്ഞു, ആൻഡ് അടുത്ത പാരഗ്രാഫിൽ മാങ്ങയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ വിഷയം ചക്കയാണോ മാങ്ങയാണോ എന്ന് കൺഫ്യൂഷൻ ആയി പോകും. Am I correct? So it must be interconnected. ഒരു കണക്ഷൻ ഉണ്ടാവണം, ഒരു കണക്ടിവിറ്റി വേണം. You said it. Wonderful. Any other point? You all are very lovable students. I'm very happy to interact with you all because quickly you all are responding. I'm so glad. Okay, so glad. Nalla ingane thanne always you have to be like this in all the classes. Okay, respond, speak. Silent ആയിരിക്കണവന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. Whoever is responding, whoever is speaking, he gets an opportunity to improve himself, learn more and more. So coming back to the topic, paragraph writing.
Are you ready to learn how to write a paragraph in a perfect way? Let's begin. Yes. First thing is, we have to develop ideas. When you get a topic, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ എന്നൊരു ടോപ്പിക് കിട്ടി, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വി ഹാവ് ടു ഡെവലപ്പ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്താ ചെയ്യാൻ? നമ്മൾ ഇരുന്ന് ചിന്തിക്കണം കുറച്ച് ദിവസം. വി ഹാവ് ടു തിങ്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. വി ഹാവ് ടു ഡെവലപ്പ് ഐഡിയാസ്. സ്റ്റെപ്പ് 1. എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? ഒരു സൂര്യനെ വരയ്ക്കുക, സൺ, എന്നിട്ട് അതിന്റെ നടുവിൽ ആ ടോപ്പിക്. we have to I'm just going to explain the structure. ഒന്ന് നോക്കുക കേട്ടോ. അതായത് ഒരു സൂര്യനെ വരയ്ക്കുക, ഒരു സണ്ണ് വരയ്ക്കുക, ആ ടോപ്പിക് നടുവിൽ എഴുതുക, എന്നിട്ട് അതിന് ശാഖകൾ കൊടുക്കുക, ലൈൻസ് ടു ദ സൺ. ആൻഡ് ദെൻ ആ ടോപ്പിക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസസ് ഓഫ് മൊബൈൽ ഫോൺ എന്നാണെങ്കിൽ ഒരു വട്ടം വരച്ചിട്ട് യൂസസ് ഓഫ് മൊബൈൽ ഫോൺ എഴുതുക, എന്നിട്ട് ഫുൾ എയർ കൊടുക്കുക അതിന് ചുറ്റും. എന്നിട്ട് ഓരോ പോയിന്റും, അതിനെ കുറിച്ചിട്ട് ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഐഡിയാസ് അതിന് ചുറ്റും ഇങ്ങനെ എഴുതുക, അതിന് ചുറ്റും ഇങ്ങനെ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഒന്ന് ഒരു പെൻസിൽ ഇത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ കിട്ടും. ഓക്കെ, അതായത് ഓർഗനൈസ് ചെയ്യാം. അപ്പൊ പറഞ്ഞു ചക്കയെ കുറിച്ച് എഴുതിയിട്ട് മാങ്ങയെ കുറിച്ച് പിന്നെ അടുത്ത പാരഗ്രാഫ് എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ കണക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. സോ തിങ്ക്, ഡെവലപ്പ് ഐഡിയാസ്. ഒരു വർക്ക് കുറെ കാര്യങ്ങൾ അതിൽ ഇങ്ങനെ എഴുതി വെക്കുക. റൈറ്റ്, പോയിന്റ് ഇറ്റ് ദേർ, നോട്ട് ഡൗൺ ഇമ്പോർട്ടന്റ് ഐഡിയാസ്, പോയിന്റ്സ് അബൌട്ട് ദ ടോപ്പിക്. അതിനുശേഷം യൂസ് എ ടോപ്പിക് സെന്റൻസ്. നമ്മളൊരു വിഷയം തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അത് പ്ലാനിങ് ആണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്ലാനിങ്ങിൽ പെട്ടതാണ്. നേരത്തെ ഒരു വേർഡ്സ് ആണ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഐഡിയാസ് ഒക്കെ ചുറ്റും എഴുതണം എന്ന് പറഞ്ഞത് പ്ലാനിങ് ആണ്. ഒരു ടോപ്പിക് സെന്റൻസ്, രണ്ടാമത്തെ സ്റ്റെപ്പ് 2, ടോപ്പിക് സെന്റൻസ് എന്ന് പറയും. അതായത് മെയിൻ സെന്റൻസ് എഴുതണം. ടോപ്പിക് സെന്റൻസ്. പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ കേട്ടോ. ഒരു പാരഗ്രാഫ്, അതായത് അതൊരു വേറൊരു വിഷയമാണ്. പാരഗ്രാഫ് റൈറ്റിംഗ് എന്നുള്ള ഒരു വേറൊരു വിഷയമാണ്, നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ജസ്റ്റ് ട്രൈങ് ടു ടീച്ച് യു. സോ ഫസ്റ്റ് ഇസ് ഡെവലപ്പിംഗ് ഐഡിയ. സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഒരു ടോപ്പിക് സെന്റൻസ് എഴുതിയിട്ട് വേണം പാരഗ്രാഫ് തുടങ്ങാൻ. ഒരു പാരഗ്രാഫ് എഴുതി തുടങ്ങുമ്പോൾ ആദ്യം എഴുതുന്ന സെന്റൻസ് ഒരു ടോപ്പിക് സെന്റൻസ് ആവണം. ടോപ്പിക് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ടോപ്പിക് എന്ന് ആ ഒരൊറ്റ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. When you read that topic sentence, we can understand, okay, this is what is discussed in this paragraph. That is topic. For example, users of mobile phone, ഞാനൊരു ടോപ്പിക് സെന്റൻസ് വായിച്ചു തരാം. One of the greatest boons of modern technology is the mobile phone. അതൊരു ടോപ്പിക് സെന്റൻസ് ആണ്. One of the greatest boons എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് of modern technology is the mobile phone. അപ്പൊ ഒരു ഗിഫ്റ്റ് ആണ് പിന്നെ മൊബൈൽ ഫോൺ എന്ന് പറയാണ്. മോഡേൺ ടെക്നോളജിയുടെ ഒരു ഗിഫ്റ്റ് ആണ് മൊബൈൽ ഫോൺ എന്ന് പറയുകയാണ്. എന്നിട്ട് അപ്പോ അതാണ് വിഷയം. ഗിഫ്റ്റ് ആണ് എന്ന് പറയും. എങ്ങനെയാണ് ഗിഫ്റ്റ് എന്നുള്ളത് ബാക്കി താഴത്ത് ഇങ്ങനെ കൊടുക്കേണ്ടത്, പോയിന്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും. അതെന്തായി? പാരഗ്രാഫ് ആയി. സോ സ്റ്റാർട്ട് വിത്ത് എ ടോപ്പിക് സെന്റൻസ്. ഒരു അടിപൊളി ഗംഭീരമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് എഴുതണം. ആ സെന്റൻസിൽ അടങ്ങണം കംപ്ലീറ്റ് പോയിന്റ്. എന്നിട്ട് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കണം. when you explain that topic sentence, that is paragraph. Okay, അപ്പോ അതിനുശേഷം നമ്മൾ എഴുതുന്നതാണ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. ടോപ്പിക് സെന്റൻസിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ആണ് മൊബൈൽ ഫോൺ, മോഡേൺ ടെക്നോളജിയുടെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അത് ഗിഫ്റ്റ് എന്നുള്ളത് നമ്മൾ താഴത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് കൊടുക്കണം. സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. Supporting details. So step 1, developing ideas. Step 2, topic sentence. Step 3, supporting details. And step 4, writing a conclusion. എപ്പോഴും നമ്മളൊരു കൺക്ലൂഷൻ എഴുതുമ്പോൾ നല്ലൊരു സൊല്യൂഷൻ കൊടുത്തുകൊണ്ടായിരിക്കണം ഒരു കൺക്ലൂഷൻ. ഒരു പരിഹാരം, ഒരു പ്രശ്നമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു പരിഹാരം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സജഷൻ കൊടുത്തുകൊണ്ട്, നല്ലൊരു ഒരു പോയിന്റ് അവിടെ കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, കൺക്ലൂഷൻ ചെയ്യാൻ. പിന്നെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ യൂസ് ചെയ്യേണ്ട സെന്റൻസ് സ്റ്റൈൽ ഐ കൺക്ലൂഡ് എന്ന് പറഞ്ഞുകൊണ്ട്, ഐ കൺക്ലൂഡ് ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇൻ ഷോർട്ട്, or you can say to stop. You can use these kind of sentences. In short, or conclude, to sum up. Using these kind of expressions, you can end the topic. And one more thing I wanted to tell you. Normally use in a points connected item. Very important. And we have to use connectors. Another important. We have to use connectors. What is connectors? What is connectors? What are connectors? നമ്മൾ പറയില്ലേ ആദ്യം, പിന്നെ, അതിനുശേഷം, പിന്നീട്, എന്നിട്ട്, ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരം വാക്കുകൾ, ഇതിനെ these are connectors. First, then, at last, after that, therefore, hence, these kind of words, like, first of all, then, moreover, finally, therefore, but, in addition to, these are all connectors. ഇതൊക്കെ സെന്റൻസിൽ നമ്മൾ സെന്റൻസസ് എഴുതുമ്പോൾ അതിൽ യൂസ് ഇങ്ങനെ ഈ കണക്ടേഴ്സ് വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. This is how you have to write a paragraph. We move to the next area. Essay writing. Second thing. Essay writing എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് കേട്ടോ. So if you are studying in 10th standard, CBSE students and all, they had essay writing once, but now I don't think they have essay writing. Essay writing means elaborate writing it is actually. ഇപ്പൊ നമ്മൾ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രോയിങ് ബുക്കിൽ പെയിന്റ് ചെയ്യും. We paint in drawing book. It's a small one, isn't it? But how do you paint in a canvas? In a big canvas, the space is big. The ideas also should be big. The points more content should come in it, right? ഈ പാരഗ്രാഫിനെ ഒന്നും കൂടി വലിച്ചു നീട്ടിയിട്ടുണ്ട് എഴുതി അങ്ങനെ ഉണ്ടാവും. That is, and as your friend said, an essay should have intro, body and conclusion. നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ, നിങ്ങളൊരു എസ്സേ എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പിക് എസ്സേ റൈറ്റിംഗിന് നിങ്ങൾ ചേർന്നു. ഓക്കെ, എസ്സേ റൈറ്റിംഗിന് കോമ്പറ്റീഷന് നിങ്ങൾ യു ഗേവ് യുവർ നെയിം ഫോർ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ. ഫസ്റ്റ് യു ഹാവ് ടു തിങ്ക് വാട്ട് ഈസ് യുവർ എയിം, either to persuade or to inform. നിങ്ങൾ ആളുകളെ വായിപ്പിച്ചിട്ട് സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയാണോ ആ എസ്സേ എഴുതുന്നത്, അതോ നിങ്ങൾ അറിവ് ഇൻഫർമേഷൻ കൊടുക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ടു തിങ്സ്. ഫസ്റ്റ് നിങ്ങൾ അത് ചിന്തിച്ചിട്ട് വേണം ഒരു എസ്സേ എഴുതാൻ പോകുന്നത്. ഒരു കോമ്പറ്റീഷനിൽ എസ്സേ എഴുതാൻ പോകുന്നത്. Are you going to persuade or you are going to inform? Inform means many informations will be there in your essay. What you have studied, what you have learned, what are the points you got from previous knowledge. That point you are going to put there. But persuading is different. You will sometimes mix your emotions, your feelings, your experience, and some other experience in an emotional way. You will, explain the thing. That is persuading. That means influencing or inspiring, we can say. So when you write an essay, first take a decision. Are you going to inform or are you going to persuade? What are you going to do? Then you start writing the essay. Okay. If you aim to inform, you have to make points you have studied. You have studied some points. That points you have to note down. As I said in word sun, ഒരു ടോപ്പിക് നടുവിൽ എഴുതിയിട്ട് വേർഡ് സൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ you have to write topic in the middle. You have to write the point around. If you are aimed to persuade, personal and emotional experiences should come in. Okay? So prepare a skeleton or outline before writing an essay. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു വേർഡ് സൺ ഉണ്ടാക്കുക. വേർഡ് സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് വേർഡ് സൺ? നടുവിലൊരു ആ ടോപ്പിക് എഴുതുക, എന്നിട്ട് ഒരു സർക്കിൾ ഇടുക, എന്നിട്ട് അതിന്റെ ചുറ്റും പോയിന്റുകൾ ഞാൻ എഴുതുക, എന്നിട്ട് ആ പോയിന്റിൽ എടുത്തിട്ട്
എസ്സേയിൽ ഇങ്ങോട്ട് എഴുതുന്നതാണ് വേർഡ്സ് എന്ന് പറയുന്നത്. അതിനാണ് സ്കെൽറ്റൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് സ്കെൽറ്റൻ എന്ന് പറയും, സ്കെൽറ്റൻ പ്ലാൻ എന്ന് പറയും. ഓക്കെ, യു സെഡ് പ്ലാനിങ് ആൻഡ് all those things. And second thing, നിങ്ങൾ അവിടെ നമ്പർ ഇട്ട് വേണം 1 2 3 4 അതൊന്നും കൂടി നോക്കിയിട്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യം ഏത് പറയും, പിന്നെ അതിനോട് കണക്റ്റഡ് ആയിട്ട് ഏത് പറയും, പിന്നെ അതിനോട് കണക്റ്റഡ് ആയിട്ട് ഏത് പറയും, പിന്നെ അതിനോട് കണക്റ്റഡ് ആയിട്ട് ഏത് പറയും, which point, which are you going to say? You should have an order. You have to list, you have to make an order. First this, second this, third this. First I will explain this point, then second point, third point. You have to put a number there, so you have a clear idea of presenting an essay. Okay, organize. അതിനാണ് നമ്മൾ ഓർഗനൈസിംഗ് എന്ന് പറയുക. ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം എന്ന് പ്ലാൻ ചെയ്യുക. ആദ്യം ഏത് പോയിന്റ്സ് എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ആൻഡ് you have to start with ഒരു എസ്സേ എഴുതുകയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും you can start with an introduction. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ your friend somebody said നല്ല കോട്ടുകൾ കൊണ്ടുവരിക, കോട്ട്സ്, നല്ല നല്ല പോയിന്റുകൾ, അല്ലെങ്കിൽ ഒരു സേയിങ്, പഴഞ്ചൊല്ലി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്ത പോയിന്റുകൾ പാരഗ്രാഫ് തിരിച്ച് നമ്മൾ എഴുതണം. പാരഗ്രാഫ്, വി ഹാവ് ടു മേക്ക് പാരഗ്രാഫ്. ഒരു 5 to 6 സെന്റൻസ് ഒരു പാരഗ്രാഫിൽ പാടുള്ളൂ. പിന്നെ അടുത്തത് നെക്സ്റ്റ് പാരഗ്രാഫ്, നെക്സ്റ്റ്. വി ഹാവ് ടു മേക്ക് പാരഗ്രാഫ് ഇൻ എസ്സേ റൈറ്റർ. ഓക്കെ, കണക്റ്റഡ് ആയിരിക്കണം. ഇപ്പോ നമ്മൾ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള 2 പോയിന്റ് ഒരു പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണം. ആ 2 പോയിന്റ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 4-5 സെന്റൻസ്, മേ ബി 4 or 5 or 6 sentences will come in it. Like that we have to plan and we have to write. Next comes the body part. Introduction over body part. When it comes to body part, the noted points you have noted in words and point number 1 2 3 4 5 in that order itself you have to write in the body part. Our body part maybe 3 or 4 paragraphs will come in, or more than that. It depends on the essay, maybe 250 words or 300 words essay. It depends. Okay, and what you have to include in the body part. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എപ്പോഴും നല്ല കിഡിലൻ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം കൊടുക്കണം. കൺക്ലൂഷനിലും അതുപോലെ തന്നെ you have to give a wonderful point. Introduction and conclusion must have an excellent point in it, remember. And in the body part, argument, ഓരോരോ പോയിന്റുകൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ, പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതൊക്കെ ബോഡി പാർട്ടിൽ വരേണ്ടതാണ്. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ. 3 things. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ. സോ ഇൻട്രൊഡക്ഷനിൽ വരേണ്ടതാണ് ഞാൻ ആ പറഞ്ഞ പോലെ ക്യാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങും. അപ്പോ ക്യാച്ചിങ് മീൻസ് good quote or something like that. Body part, argument, explanation, etc. Conclusion part, when you sum up, you have to end paragraph li parna pole thane, you have to end with the solution. Global warming ne kurichitayirikkum. Come up with a solution, your idea, your solution. കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകം മൊത്തം ചൂട് കൂടി പ്രശ്നം വരുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. എൻഡ് ചെയ്യണം നിങ്ങൾ. യു ഗിവ് യുവർ സൊല്യൂഷൻ. ഇൻ മൈ ഒപ്പീനിയൻ ഐ കൺക്ലൂഡ് ദിസ് ബൈ സേയിങ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇൻട്രോയിലും കൺക്ലൂഷൻ പാർട്ടിലും യു ഷുഡ് ഹാവ് എ വണ്ടർഫുൾ പോയിന്റ്. അതാണ് അവിടെ മൈൻഡിൽ നിൽക്കുക. നല്ലൊരു പോയിന്റ് കിട്ടി പറഞ്ഞല്ലോ. Remember that, right? So beginning with attention grabber. നിങ്ങൾക്ക് ബിഗിനിങ്ങിൽ തന്നെ വേണമെങ്കിൽ ഒരു കഥ പറഞ്ഞുകൊണ്ടൊക്കെ തുടങ്ങാം കേട്ടോ. ഇതിലൊക്കെ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ടൊക്കെ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങാം. ഒരു കോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സത്യം.
അതായത് സമ്മറി ഓഫ് ദ ടോപ്പിക്, നമ്മുടെ വിഷയത്തിന്റെ സമ്മറി ചുരുക്കം പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. ഓക്കെ, ബട്ട് യു ഹാവ് ടു സ്റ്റിക്ക് ടു ദ പോയിന്റ്സ് യു ഹാവ് പ്ലാൻഡ്. നിങ്ങൾ പ്ലാൻ ചെയ്ത പോയിന്റ്സിനോട് സ്റ്റിക്ക് ചെയ്യണം. അതങ്ങനെ എങ്ങനെയും പോകാൻ പാടില്ല. വെരി ഇമ്പോർട്ടൻറ്റ്. സം അപ്പ് ഓൾ ദ ഐഡിയാസ് ആൻഡ് ഗിവ് എ സിമ്പിൾ റിവ്യൂ ഓഫ് ദ ടോപ്പിക്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ സെന്റൻസിൽ മൊത്തം നമ്മുടെ ഒരു ഐഡിയാസും കൂടി കൺക്ലൂഷൻ പാർട്ടിൽ വരണം. സമപ്പ് ചെയ്തുകൊണ്ട് അത് ചുരുക്കിയും കൊണ്ട് കാര്യം ലാസ്റ്റ് സെന്റൻസിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയണം. മൊത്തം പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയണം. ചുരുക്കി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ദ സെന്റൻസ് ഷോർട്ട് ആൻഡ് ബ്രീഫ് ആൻഡ് സ്റ്റിക്കിംഗ് ടു ദ പോയിന്റ്. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമപ്പ് ചെയ്തിട്ട് ഗിവ് എ സിമ്പിൾ റിവ്യൂ, ചെറിയൊരു റിവ്യൂ കൊടുക്കണം ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ. റിവ്യൂ കൊടുത്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ചസ് എന്ന് പറയും. ഫിനിഷിംഗ് ടച്ച്. ഫോർ എവറിത്തിങ് വി ഹാവ് ടു ഗിവ് എ ഫിനിഷിംഗ് ടച്ച്. ഹൗ? ചെക്ക് ഓർഡർ ഓഫ് യുവർ പാരഗ്രാഫ്. നിങ്ങളുടെ പാരഗ്രാഫിന്റെ ഓർഡർ നോക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച പോയിന്റുകളൊക്കെ ആ പാരഗ്രാഫിൽ വന്നിട്ടുണ്ടോ, ഡിസോർഡർ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക, ചെക്ക് ചെയ്യുക. നമ്മൾ പറയുന്ന പോയിന്റുകളൊക്കെ അർത്ഥവത്താണോ എന്ന് ചെക്ക് ചെയ്യുക. Strongest points should be the first and last paragraph. Strongest points should come in first and last paragraph. Important. Finishing touchil വരേണ്ടതാണ്. നമ്മൾ ഇതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. Reread and check whether it makes sense. വീണ്ടും വായിക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക അതിനെന്തെങ്കിലും മീനിങ് ആണോ എന്നുള്ളത്. ഇത് നിങ്ങൾ റൈറ്റിംഗിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഇത്രയേ ഉള്ളൂ എസ്സേ റൈറ്റിംഗ് എന്ന് പറയും. Essay writing only this much. Actually, I don't know whether you have essay writing nowadays, but still, എന്തായാലും essay writing competition or when you go for essay writing, these points you should know. You have to learn this. It's very important. And it comes in your life. Once in a while you will have to. Once in a while or not once in a while. In your life you will have to write essays, paragraphs and all. It comes. So understand it. This is what it is. Okay. Next. Father, നമുക്ക് ടൈം ഉണ്ടോ? എക്സ്ക്യൂസ് മീ ഫാദർ, ഡു വി ഹാവ് ടൈം? ഒരു 10 മിനിറ്റ് എടുക്കട്ടെ, 10 മിനിറ്റ് കൂടെ. ഹലോ സാറേ. ഓക്കെ ഓക്കെ, ഒരു ചെറിയൊരു ഇതും കൂടെ ഉള്ളൂ, ലെറ്റർ റൈറ്റിംഗ് കൂടെ ഉള്ളൂ. They know that. ഓക്കെ ഓക്കെ Okay father. Okay. Thank you father. I'm taking 5 more minutes my dears. Pardon me for that. Formal letter writing ലേക്ക് വരികയാണ്. You tell me, how do you write a letter? നിങ്ങളോട് your teacher is asking you to write a leave letter or an explanation or not submitting your notes or not submitting your assignment or project. You are asked to write a letter to the principal. How do you write a letter? Can you please tell me the format of letter writing? എങ്ങനെയാണെന്ന് In informal manner. പറഞ്ഞുതരാമോ? Informal or no, formal. Sorry, formal manner. What happened to us? Okay, how? Tell me the format. What Date, comes first? place, Date, place. sorry, place. Date, Date, place. quotation, Address. Our Address. name, address, Our name. Okay. Now, at the first of Say what do you want you to can tell? start with this, my dear fellow or my dear Joyce. You can start with that. Then we want a body of a letter. Then the last of that, we want dear, thank you for everything. By the lot of thanks, Joyce to be. Then we want a signature. That you can write to your friend, my dear. That is actually a friendly letter with lots and lots of love you so much. Write what we want to tag with your friends.
No, I'm asking you, how do you write a letter to the principal? Or how do you write a letter to the teacher? For example, you are off, you cannot attend class for 3 days. You are asked to send a letter to your teacher. Okay. So what is the format of a letter writing? Respected teacher and Respected teacher. Say what is the reason? നിങ്ങൾ എന്ത് പറ്റി? നിങ്ങൾ ആരും ലെറ്റർ ഇന്നേ വരെ ലെറ്റർ റൈറ്റിംഗ് ഫോർമാറ്റ് ഒന്നും പഠിച്ചിട്ട് തന്നെ ഇല്ലേ? ഇന്നേ വരെ haven't you studied letter writing format or anything like that? Have you not written any letter? Sir, Shall I explain it to you? Will you remember it? Will you study it? sir, Yes, please. Somebody is explaining. Yes. Don't hear. name, address, place, You're not Receiver's address, date, address, place, salary, address, date. sir, can I? subject, Address, date, subject. Okay, some points are there in it. Yes. Can you say that in order? First what comes? Okay, നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആദ്യമായിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരണേ. നമ്മളൊരു ലെറ്റർ എഴുതാൻ പോവാണ്. ലീവ് ലെറ്റർ എഴുതാണ്. ജസ്റ്റ് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ലീവ് ലെറ്റർ എഴുതാണ്. ഓക്കെ. എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് വാട്ട് ഷുഡ് ബി റൈറ്റ് ഫസ്റ്റ്? Address and date. എന്തേ ഫോണിൽ ആദ്യം ഞാൻ ചോദിക്കുകയാണ്, റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എഴുതേണ്ടത്? പ്ലെയിൻ പേപ്പർ ആണെന്ന് കരുതുക. Right side. Where do you write address? Whose address are you going to write? Ours. Whose address are you going to write? Left side, Azra Gold. Very good, Azra. You said it. Left side we have to write. Left side is correct. Very good. Left side we have to write. What? Receiver's address. That is also correct. Receiver's address. We have to write receiver's address or sender's address. receiver's address. Okay. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ കേട്ടിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ ഓക്കെ? ഡീൽ? Yes, Yes, sir. ആദ്യം നമ്മൾ എഴുതേണ്ടത് ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ എഴുതേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് എല്ലാതും വരുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളാം. ഇടത്തെ സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് എല്ലാതും വരുന്നത്. ലെഫ്റ്റ് സൈഡാണ്. അപ്പോ ഒരു പ്ലെയിൻ പേജ് ആണെന്ന് കരുതുക. ഇടത്തെ സൈഡിൽ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു സൈഡിൽ എഴുതണം. ഫ്രം അഡ്രസ് എഴുതണം എന്ന് എഴുതാൻ പാടില്ല. റൂൾ നമ്പർ 1, ഡോണ്ട് റൈറ്റ് ഫ്രം എന്ന് എഴുതരുത്. പക്ഷെ ഫ്രം അഡ്രസ് എഴുതണം. ഇപ്പൊ അജിത്ത് ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ പേര് അജിത്താണ്. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ എന്റെ അഡ്രസ് എഴുതാണ്. അജിത് കെ, എന്തെങ്കിലും ഒരു ഹൗസ്. ഓക്കെ, എന്റെ എന്താ പറയാ, റോസ് ഭവൻ ഹൗസ്. അജിത് കെ, റോസ് ഭവൻ, എന്താ പറയാ, എന്തെങ്കിലും ഒരു പെരിന്തൽമണ്ണ, മലപ്പുറം ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രം അഡ്രസ് എഴുതി. ആ ഫ്രം അഡ്രസ് എഴുതിയതിനു ശേഷം കുറച്ച് ഗ്യാപ്പ് വിടുക. താഴത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എഴുതേണ്ടത് ഡേറ്റ് ആണ്. ഫ്രം അഡ്രസ് എഴുതി. ഫ്രം അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഡ്രസ്, നമ്മളാണ് ലെറ്റർ എഴുതുന്നത്. അപ്പൊ നമ്മളുടെ അഡ്രസ്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഡേറ്റ് എഴുതണം. ഹൗ ഡു യു റൈറ്റ് ഡേറ്റ്? നമ്മൾ 22 ഒരു സ്ലാഷ് ഇട്ടിട്ട് 11 വീണ്ടും സ്ലാഷ് ഇട്ടിട്ട് 2001 അങ്ങനെ ഇടാൻ പാടില്ല. We have to write date in an expanded way. 22nd October 2021 or what is today's date? 31st July 2021. This is the way you have to write. Exactly, correct. Ezra, you're correct. Good. അപ്പോ ആ ഡേറ്റ് എഴുതിയതിനു ശേഷം കുറച്ചും കൂടെ സ്പേസ് വിടാം. എന്നിട്ട് നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ് എഴുതാം. ഇപ്പൊ പ്രിൻസിപ്പൽക്കാണെങ്കിൽ ദ പ്രിൻസിപ്പൽ, എന്നിട്ട് നിങ്ങൾ സ്കൂളിന്റെ പേര്, സ്ഥലം. ഫോർ എക്സാമ്പിൾ ദ പ്രിൻസിപ്പൽ, ഒരു സ്കൂളിന്റെ പേര് സിൽവർ മൗണ്ട് ഇന്റർനാഷണൽ സ്കൂൾ, പെരിന്തൽമണ്ണ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ
ടു അഡ്രസ് എഴുതി. ടു എന്ന് എഴുതരുത്, അഡ്രസ് മാത്രം എഴുതുക. ഒരു വട്ടം കൂടെ പറയാം. ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഫ്രം അഡ്രസ് യു ഹാവ് ടു റൈറ്റ്. After that, leave a space, leave a gap, then write date like 22nd July 2021 in an expanded way. Leave a space, then you write to address. Don't write to. Instead of to address, you write. Don't write TO. You should not write that. You have to write to address there. The principal or the HM or the teacher. The teacher, 10th standard, any school. Okay, Hill Valley Public School or Hill Valley Public School. Then after that, leave ഒരു കുറച്ച് ഗ്യാപ്പ് ഇടുക. എന്നിട്ട് സർ എന്ന് കൊടുത്താൽ മതി. ഇപ്പോഴത്തെ റൂള് സർ എന്ന് കൊടുത്താൽ മതി. Or you can say dear sir. Now we do use respected sir. That is removed. Old rule it is. Now we can say either dear sir or sir. അത്ര മതി. എന്നിട്ട് comment is, I would like to inform you. This is to inform you. I am very sorry to inform you. ഇങ്ങനെയാണ് ഫോർമൽ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ. ഫോർമൽ സ്റ്റൈലിൽ വേണം നമ്മൾ എക്സാമ്പിൾ നല്ല റെസ്പെക്ട് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ലെറ്റർ ചെയ്യുന്നത്. സോ ദിസ് മസ്റ്റ് ബി ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. I am sorry to inform you. I would like to inform you. This is to inform you. This is the way of writing a letter. Okay. എന്നിട്ട് അതിൽ മാറ്റർ വരണം. ഞാൻ ചുരുക്കി എഴുതണം. നമ്മൾ ഒരിക്കലും ഫോർമൽ ലെറ്റർ വലിച്ചു നീട്ടി പരത്തി നമ്മൾ കൊളാക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ബ്രീഫ് ആൻഡ് പ്രിസൈസ്. സോ ഇൻട്രോ, ബോഡി ആൻഡ് കൺക്ലൂഷൻ ഷുഡ് ബി ദേർ ഇൻ ദ ലെറ്റർ. ആദ്യം ദിസ് ഇസ് ടു ഇൻഫോം, ഇത് ഇന്ന കാര്യം അറിയിക്കാനാണെന്ന് പറയുന്നതിന് ഇൻട്രൊഡക്ഷൻ ആണ്. എന്നിട്ട് നമ്മൾ നേരെ കാര്യത്തേക്ക് വരും. സർ, ഐ ഹാവ് എ പ്രോബ്ലം ലൈക്ക് ദിസ്, സോ ഐ കനോട്ട് അറ്റൻഡ് ദ ക്ലാസ്. അത് ബോഡി ആയി. പിന്നെ അതിൽ തന്നെ കൺക്ലൂഷൻ വരണം ലാസ്റ്റ്. ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു ഗിവ് മീ 2 days ലീവ്. അപ്പൊ ആ ലാസ്റ്റ് ചോദിക്കുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ, ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു, ഐ ഹംബ്ലി റിക്വസ്റ്റ് യു, ഐ റിക്വസ്റ്റ് യു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റൈലിലായിരിക്കണം നമ്മൾ ലാസ്റ്റ് ചോദിക്കുന്നത്. ഇഫ് യു ഗ്രാൻഡ് മീ 2 days ലീവ് ഓർ 3 days ലീവ് എന്ന് പറഞ്ഞു. അതാണ് മാറ്റർ. മാറ്ററിലും ഞാൻ ആ പറഞ്ഞ പോലെ ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ, ദിസ് ഇസ് ടു ഇൻഫോം യു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ കാര്യം പറഞ്ഞു, ഇന്നതാണ്, എനിക്ക് വരാൻ പറ്റില്ല, ഇന്ന പ്രശ്നമാണ്. എന്നിട്ട് ലാസ്റ്റ്, ദയവായി ഇത്ര ദിവസത്തെ ലീവ് അനുവദിച്ച് തരണം. ഐ കൈൻഡ്ലി അല്ലെങ്കിൽ ഐ ഹംബ്ലി റിക്വസ്റ്റ് യു. അത് കൺക്ലൂഷൻ. യു ടു ഗ്രാൻഡ് മീ സോ ഡേയ്സ് ഓഫ് ലീവ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാണ്, താങ്കിങ് യു അല്ലെങ്കിൽ താങ്ക് യു എന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ SD എന്ന്, അതായത് സിഗ്നേച്ചർ എന്നുള്ളിടത്ത് SD എന്ന്, യുവർ സിൻസിയർലി എന്ന് എഴുതിക്കൊണ്ട് അതിന്റെ താഴെ SD എന്നിട്ടിട്ട് സൈൻ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി. ഇതാണ് ലെറ്റർ റൈറ്റിംഗ് ഫോർമാറ്റ്. Is that clear to all of you? Say yes or no. Is that clear? Yes. Yes, sir. Yes, sir. Yes, sir. Yes, sir. I repeat it once again. I'll repeat it once again. I will repeat it once again. Left side first from address എഴുതുക. അഡ്രസ് ഫ്രം എന്ന് എഴുതരുത്. ഫ്രം അഡ്രസ്. എന്നിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഡേറ്റ് എഴുതുക. എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണം. 22nd July 2015 എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു നീട്ടിയിട്ട് എഴുതണം. വീണ്ടും സ്പേസ് ഇട്ടിട്ട് ടു അഡ്രസ് എഴുതുക. അല്ലെങ്കിൽ ദ ടീച്ചർ, എന്നിട്ട് ആ സ്കൂളിന്റെ പേരും ആ സ്കൂൾ എവിടെയാണ് ആ സ്ഥലവും. എന്നിട്ട് വീണ്ടും ഗ്യാപ്പ് ഇട്ടിട്ട് ഡിയർ സർ അല്ലെങ്കിൽ സർ എന്ന് എഴുതിയിട്ട് കൊമ ഇട്ടിട്ട്, ഇവിടെ ഒരു പോയിന്റ് പറയാൻ ഞാൻ മിസ് ചെയ്തോടെ. സർ എന്ന് എഴുതിയിട്ട് കൊമ ഇട്ടിട്ട് അതിന്റെ നേരെ താഴെ സബ്ജക്ട് എഴുതണം. ആരോ എനിക്ക് ഇതിന് മുന്നേ പറഞ്ഞു തരും, പക്ഷെ എനിക്ക് തിരിച്ചു പറഞ്ഞില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും നിങ്ങൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ടീച്ചേഴ്സിനും പറ്റും, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാം. അതാണ് ഒരു ഫ്രീഡം ഇന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പൊ അവിടെ ഡിയർ സർ എന്ന് പറഞ്ഞിട്ട് അതിന് താഴെ എന്ത് വരണം, സബ്ജക്ട് വരണം. ഡിയർ സർ എന്ന് എഴുതിയിട്ട് കൊമ ഇട്ടിട്ട് അതിന്റെ താഴെ SUB സബ്ജക്ട്. എന്താണ് വിഷയം? ആപ്ലിക്കേഷൻ ഫോർ ലീവ്. ലീവ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ലീവ് എന്ന് എഴുതുക. എന്നിട്ട് വേണം നമ്മൾ കാര്യം പറയാൻ. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ പറഞ്ഞിട്ട് ലാസ്റ്റ് താങ്കിങ് യു എന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് വീണ്ടും സ്പേസ് വിട്ടിട്ട് യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് SD എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്യുക. Is that clear now?
ഇപ്പൊ ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഓക്കെ. Yes, sir. സോ ഒരു വട്ടം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. ഇത് റൈറ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. 2 types of writing is there. That is, one is creative writing and scientific writing. So when it comes to creative writing, you should have creative writing or the other writing also. രണ്ടിനും വേണ്ട ഒരു കാര്യം എന്താണ്? റീഡിംഗ് ഹാബിറ്റ് ആൻഡ് improving your vocabulary, grammar and writing skills. Okay, read books, improve your vocabulary, improve your ideas, and improve your grammar. All these things are very important for writing. And learn the structure of all the writing, all the writing aspects, whether it is essay writing, whether it is paragraph writing, whether it is letter writing. It has a format, it has a structure. Study it. Okay, so that's all for today. Thank you very much for sparing your valuable time with me. I'm very happy because you're very responsive and you were very vibrant students. All of you were responding very well with me. I'm so glad, okay, to take this class for you. Thank you very much, all of you. Father, it's over. Thank you. സംശയം ചോദിക്കാം കേട്ടോ. അതൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ സമയം. സർ 350 വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എത്ര പേജ് ആണെന്ന് പറയാവോ? I didn't get it. നമ്മൾ പറയില്ലേ എസ്സേ ഒക്കെ 200 വേർഡ്സ് 350 വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതില്ലേ, അത് എത്ര പേജ് ആണെന്ന് പറയാവോ? 250 words 350 words എന്നൊക്കെ പറയും. റൈറ്റ്. നമുക്ക് ആക്ച്വലി നമ്മൾ പേജ് നമ്മൾ ശരിക്കും ഒരു അപ്രോക്സിമേറ്റ്ലി ഇപ്പൊ ഒരു 250 വേർഡ്സിനൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ലോങ് ഷീറ്റ്, അത് ശരിക്കും എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ഒരു ലോങ് ഷീറ്റിൽ ശരിക്കും ഒരു 1 side എഴുതുമ്പോൾ തന്നെ ഏകദേശം ഒരു 1 side തന്നെ ഏകദേശം 150 വേർഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരും. അപ്പുറത്തെ സൈഡ് എഴുതുമ്പോഴും ഏകദേശം 250 വേർഡ്സ് വരും. ഓക്കെ, കാരണം ഒരു ലൈനിൽ ഏകദേശം ഒരു 5 വേർഡ്സ് ഒക്കെ മാക്സിമം വരും. അപ്പൊ നമ്മൾ തന്നെ കൗണ്ട് ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും. 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്താൽ ഒരു പേജിനകത്ത് ഒരു 100, ലോങ് ഷീറ്റിനകത്ത് 100, 150 ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ 2 സൈഡ് വന്നാൽ തന്നെ ഒരു പേജിന്റെ ലോങ് ഷീറ്റ് 2 സൈഡ് വന്നാൽ തന്നെ എന്തായി? ഓൾമോസ്റ്റ് 250 വേർഡ്സ് ആയി. അതും അങ്ങനെ ചെക്ക് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, എഴുതുമ്പോൾ 250 എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് I said you 2 sides you will have to write. It depends. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നിടത്താണ്. Any other questions? You may shoot. Sir. Yes. ഈ ICC എക്സാമില്ല സാർ, ഒരു 200 to 250 അല്ലെങ്കിൽ 300 to 350 അങ്ങനെയാണ് വരിക എസ്സേ എഴുതാൻ. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം? അങ്ങനെയുണ്ടോ? ഒരു 7 to 8 ലൈൻസ് എഴുതുമ്പോൾ ഒരു പാരഗ്രാഫ്, അങ്ങനെയാണോ ഇതിന്റെ ശരിക്കും റൂൾ? മനസ്സിലായില്ല മോനെ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാമോ? അതായത് നമ്മളിപ്പോ ഒരു എസ്സേ എഴുതുമ്പോൾ ഇപ്പോൾ ഏകദേശം 250 വേർഡ്സ് ഉള്ള എസ്സേ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഏകദേശം എത്ര പാരഗ്രാഫ് ഒപ്പിക്കണം? ഓക്കെ, യു ആർ ടോക്കിംഗ് അബൌട്ട് പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഒക്കെ ഒരു അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ഒരു ഇതിന് ബേസിച്ചാണ്. ഇപ്പൊ അതായത് ഐ മീൻ ഒരു പാരഗ്രാഫിനകത്ത് എങ്ങനെ പോയാലും ഒരു 5 to 6 sentences എങ്ങനെയും വരണം. ഓക്കെ, 5 to 6 sentences ഒരു പാരഗ്രാഫിനകത്ത് ഇൻക്ലൂഡഡ് ആവണം. ഓക്കെ, പിന്നെ നമ്മൾ എഴുതുന്ന ലെൻസിനനുസരിച്ചിട്ടാണ്. ഡിപ്പെൻസ്, അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് ഇതിന് കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതോടൊപ്പമാണ് നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുന്ന പോയിന്റ്സ്. നമ്മളിപ്പോ ഞാൻ വേർഡ്സ് തന്നെ ഉണ്ടാക്കിയിട്ട് പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ പോയിന്റ്സ് എഴുതി വരുമ്പോൾ നമ്മൾ ഏകദേശം ചെക്ക് ചെയ്യുന്നോടത്താണ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു പാരഗ്രാഫ് ഇപ്പോൾ ഒരു പേജിനകത്ത് തന്നെ ചിലപ്പോൾ ഒരു 3-4 പാരഗ്രാഫ്, ഒരു ലോങ് സൈസ് പേജിൽ ഒരു 3-4 പാരഗ്രാഫ് ഒക്കെ നമുക്ക് എഴുതി വരാം. ഒരു 2 പാരഗ്രാഫ് 3 പാരഗ്രാഫ് ഒക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഡിപ്പെൻസ്. ലോങ് പേജ് ആണെങ്കിൽ, ലെങ്തി ആണെങ്കിൽ
അല്ല നമ്മൾ സാധാ 10th CBSE എക്സാമിനൊക്കെ എഴുതുന്ന പോലത്തെ ഷീറ്റ് ഒരു പേജിനകത്ത് 2 പാരഗ്രാഫ്, മാക്സിമം 2-3 പാരഗ്രാഫ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 2 പാരഗ്രാഫ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് മോർ കൂടുതൽ നമ്മൾ ആ ലൈനിനനുസരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യലേ നടക്കുള്ളൂ. മിനിമം ആവാം, അതായത് പറ്റ കുറയാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ റൂള്. അതായത് നമ്മൾ ആ ഒരു 250 വേർഡ്സ് 350 വേർഡ്സ് എന്ന് പറയുമ്പോൾ അത് അതിന്റെ കൂടുതലാവുക എന്നല്ലാണ്ട് പറ്റ കുറയാൻ പാടില്ല. ദാറ്റ് ഇസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു 250 വേർഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലോങ് ഷീറ്റിനകത്ത് 2 sides വരും. അപ്പൊ അതിന് ഈ 10th CBSE എഴുതുന്ന ആ ഒരു പേപ്പർ ആണെങ്കിൽ, ആ ബുക്ക് ആണെങ്കിൽ, ആ ഷീറ്റ് ആണെങ്കിൽ ഏകദേശം ഞാൻ പറയുമ്പോൾ ഒരു 250 വേർഡ്സ് നിങ്ങൾ ഒരു 2 ഷീറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് 2 ഷീറ്റ് ബോത്ത് സൈഡ്സ് നമ്മൾ യൂസ് ചെയ്യും.